സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ ഗവർണർ വിളിച്ച യോഗം ഇന്ന് വൈസ് ചാൻസലർമാർ പങ്കെടുക്കും. കലാലയങ്ങളിലെ ലഹരി ഉപയോഗം തടയുന്നത് യോഗത്തിൽ ചർച്ചയാകും. വിനയ, ലഹരി ഉപയോഗം കുറയ്ക്കാൻ ഗവർണറുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നു. എപ്പോഴാണ് ഈ യോഗം ചേരുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, രാജ്ഭവനിൽ 11 മണിയോടെയായിരിക്കും ഗവർണർ അർലേക്കർ വിളിച്ച യോഗം ചേരുന്നത്. പ്രധാനമായും സംസ്ഥാനത്തുടനീളമാണെങ്കിലും ഈ ലഹരി ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം കഴിഞ്ഞ ദിവസം അർലേക്കർ ഗവർണർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ യോഗത്തിൽ വിസിമാരടക്കം പങ്കെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഈ രാജ്ഭവനിലായിരിക്കും യോഗം ചേരുക. ഈ ക്യാമ്പസുകളിലടക്കം ഈ ലഹരി ഉപയോഗം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഈ ഇടയ്ക്ക് തന്നെ സംസ്ഥാനത്ത് നിരവധി പേരാണ് ഈ ലഹരി ഉപയോഗം മൂലം തന്നെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ മൂലം കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ മർദ്ദനമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടാതെ തന്നെ ഈ ലഹരി ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സഭയിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ച ഒരു വിഷയമാണ് ഈ യുവാക്കളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗം എന്നടക്കമുള്ള കാര്യങ്ങൾ. ഈ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടുന്ന സാഹചര്യത്തിൽ ഇത് ചെറുക്കുന്നതിന് വേണ്ടിയടക്കം സംസ്ഥാന സർക്കാർ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ക്യാമ്പസുകളിലുള്ള ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും വിസിമാരായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആ യോഗത്തിൽ എങ്ങനെയാണ് ഈ ക്യാമ്പസുകളിലുള്ള ലഹരി ഉപയോഗം തടയാൻ സാധിക്കുക, യുവാക്കളെ എങ്ങനെ ലഹരിയിൽ നിന്ന് മാറ്റാൻ സാധിക്കും, എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാകുന്നത് തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി, അതായത് ഈ ലഹരി ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്നും ഈ ലഹരി ഉപയോഗം കുറയ്ക്കാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയെല്ലാം തന്നെ ഈ യോഗത്തിൽ നടക്കും. കൂടാതെ തന്നെ ഈ വിസിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിസിമാരുടെ അഭിപ്രായം അടക്കം തേടും. വിസിമാരുടെ അഭിപ്രായം എന്താണ് എന്ന് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങൾ അടക്കം ഉണ്ടാവുക എന്നും മനസ്സിലാക്കുന്നുണ്ട്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആതിര. ശരി, വിനയ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കാസർകോട് പൈവളികയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 15 വയസ്സുകാരിയുടെയും യുവാവിന്റെയും പോസ്റ്റ്